ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലും മൊറോക്കോയും തമ്മിലുള്ള മത്സരം നാളെയാണ് നടക്കുക. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ന്യൂജേഴ്സിയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ വിനീഷ്യസ് ജൂനിയർ പങ്കെടുത്തിരുന്നു. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ലോക കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബ്രസീൽ കടന്നു വരുന്നത് എന്നുള്ളത് വിനി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കിരീടം നേടാൻ വേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്. മികച്ച ടീമുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞങ്ങളും. ഒരുപാട് മികച്ച താരങ്ങൾ ഞങ്ങൾക്കുണ്ട്. സമീപകാലത്ത് ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. വേൾഡ് കപ്പ് വന്നാൽ കഴിഞ്ഞതിനൊന്നും പ്രസക്തിയില്ല. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് ആര് നേടി, ആര് ഫൈനലിൽ എത്തി, ആര് കോപ്പ അമേരിക്കയും യൂറോ കപ്പും നേടി, അതിനൊന്നും പ്രസക്തിയില്ല. പ്രസക്തിയുള്ള കാര്യം എന്തെന്നാൽ എങ്ങനെ ഞങ്ങൾ ഈ വേൾഡ് കപ്പ് തുടങ്ങും എന്നുള്ളതാണ്. ഈ വേൾഡ് കപ്പിന് എങ്ങനെ ഒരുങ്ങും എന്നുള്ളതാണ്. ചരിത്രം മാറ്റിയെഴുതാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി വിനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിമർശനം റയലിൽ നടത്തുന്ന ആ പ്രകടനം ബ്രസീലിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ഒരു വിശദീകരണം ഒരിക്കൽ കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് റയലിൽ തനിക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു, ബ്രസീലിൽ അങ്ങനെയല്ല. ബ്രസീലിൽ ഒരു മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ആത്മവിശ്വാസവും തകർന്നു പോകും എന്നൊക്കെയാണ് വിനി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡിൽ ഞാൻ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, എന്നാൽ ബ്രസീലിൽ അത്ര അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെ ഒരു മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആത്മവിശ്വാസം നഷ്ടമാകും, നമ്മുടെ മുന്നിലുള്ള വഴി അടയും. ഇപ്പോൾ വേൾഡ് കപ്പ് എത്തി, 8 മത്സരങ്ങളാണ് ഉള്ളത്, ചരിത്രം സൃഷ്ടിക്കണം. ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്രസീലിന്റെ പ്രതീക്ഷകൾ വിനിയിലാണ്. ആദ്യ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഇല്ല, അതുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ കൂടുതൽ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടി കളിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. വിനീഷ്യസ് ജൂനിയർ, റാഫീഞ്ഞ എന്നിവർക്ക് പുറമെ മാത്യൂസ് കുഞ്ഞയായിരിക്കും മുന്നേറ്റ നിരയിൽ ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.